ഷെഡ്യൂളിലൊക്കെ വന്നിരിക്കുന്ന ചേഞ്ചസ് നിങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ മൺഡേയും ഫ്രൈഡേയും വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് എന്താണെന്നൊക്കെ ചോദിക്കുന്ന പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഒരു Q&A വീഡിയോ ആയിരുന്നു ഇട്ടത്. നിങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിച്ചു. ഇനിയും കുറേ ഉണ്ട് റിപ്ലൈ തരാൻ. അപ്പോൾ അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് അതായത് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് കവർ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു എങ്ങനെയാണ് ബ്ലേർഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക, പിന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ് എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ ചോദിക്കുന്ന കുറേ ഇപ്പോൾ ഓരോരുത്തർക്കും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും തീരില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ആൾക്കാരുടെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഫ്ലാഷിൻ്റെ ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അതായത് റിവ്യൂ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം ഇതിനകത്ത് നമ്മൾ ഇനീഷ്യലി തുടങ്ങുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് സ്കൈൻ്റെ മുകളിലാണ്. അപ്പോൾ സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും പിന്നെ കുറച്ച് അൾട്രാമറൈൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുണ്ട്. അൾട്രാമറൈൻ ബ്ലൂ ഇല്ലാത്തൊരു പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്യാം, ജസ്റ്റ് ഒരു ബ്ലൂ ടിഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് സ്കൈ അപ്ലൈ ചെയ്യുന്നത്. റൗണ്ട് ബ്രഷ് സൈസ് 6 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഫിനിഷ് കിട്ടാൻ വേണ്ടി. ഞാനിത് ഇങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് ഒരു സ്മൂത്തായിട്ട് വലിയ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഡയറക്റ്റ് വലിയ ബ്രഷ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കംഫർട്ടബിലിറ്റി എല്ലാം ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 കളർ അതായത് വൈറ്റ്, ബ്ലാക്ക്, കുറച്ച് ബ്ലൂ, ഏത് ബ്ലൂ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കൈ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പം നമ്മൾ ബ്ലേർഡ് ആക്കുന്നതും പറയുന്നുണ്ട്. അതേപോലെ ഗ്ലാസ്സിനുള്ള കൂടെ അല്ലെങ്കിൽ ആ വാട്ടർ ഡ്രോപ്സിലുള്ള ഗ്ലാസ് എങ്ങനെ ആ ഒരു എഫക്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലി ബ്ലേർഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഇപ്പം ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കളർ ലൈറ്റ് ബ്ലൂ ആ ഒരു ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഗ്ലാസ്സിൻ്റെ കൂടെ നോക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ആ ഗ്ലാസിൻ്റെതും ബാക്കി കുറച്ച് നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണണം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആക്കിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എടുത്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം അതിനാണ് നമ്മൾ മെയിൻലി ബ്ലാക്ക് ആഡ് ചെയ്യുന്നത് തന്നെ കേട്ടോ. ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഡ്രോപ്ലെറ്റ്സ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്ലാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ബ്ലാക്ക് ഇട്ടാൽ തന്നെ നമുക്ക് ഡാർക്ക് ഒരു ഇഫക്റ്റാണ് കിട്ടുക. ഇനി മുകളിൽ സൈഡിൽ നിന്ന് ഒരു ചെറിയ ബ്രാഞ്ചിൽ നിന്ന് കുറച്ച് ലീവ്സ് കാണുന്ന പോലെ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ആ അസംഷനിൽ നമ്മളത് ഉണ്ടോ ഹാർഡായിട്ടല്ല വരയ്ക്കുന്നത്, ജസ്റ്റ് അതിൻ്റെ ബോർഡറൊക്കെ ബ്ലെൻഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബോർഡർ അതിൻ്റെ ലൈറ്റ് കളറ് കൊടുക്കുകയാണ്. അപ്പോൾ ലീഫിൻ്റെ അതിന് കുറച്ച് സാബ് ഗ്രീൻ മിക്സ് ചെയ്തിട്ടുണ്ട്. സാബ് ഗ്രീനും ബ്ലാക്കും വൈറ്റും ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഷാർപ്പായിട്ടല്ല ലീഫിൻ്റെ ഒരു ഷേപ്പ് കാണുന്ന പോലെ ഒന്നും അല്ല വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക വേഗമായിട്ട് ഇപ്പോൾ കാറ്റിന് പാറുന്ന പോലെ വേഗമായിട്ടാണ് നമ്മളതിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി താഴെ കുറച്ച് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷോപ്പുകൾ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഡാർക്കും ലൈറ്റും ഷെയ്ഡുള്ള വെറുതെ അവിടെ എവിടെയും കൊടുക്കുകയാണ്. കാരണം ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു ബ്ലേർഡ് ഇഫക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് വരേണ്ടതെന്നുള്ള രീതിയിൽ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്, കുറേ ദൂരത്തിൻ്റെ കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അസംഷനിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കളറുകൾ അവിടെയും ഇവിടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ആ ബോർഡർ ഒന്ന് നൈസിന് ബ്ലെൻഡ് ചെയ്തു ജസ്റ്റ് സ്കൈ ആയിട്ട്. അപ്പം ഇനിയും ബ്ലെൻഡ് ആവണം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് കളർ അവിടെ അങ്ങനെ പാച്ച് പോലെ നിൽക്കുന്നത് കാണാമല്ലോ. അതിന് ഇനിയും കുറച്ച് ലെയറിൽ നമ്മൾ ഓൾറെഡി ഡ്രൈ ആവാണ്ട് അല്ലെങ്കിൽ എപ്പോഴും വെറ്റായതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ആവില്ല. ബ്ലെൻഡ് ചെയ്യേണ്ട മെയിൻ എന്താണ് പോയിന്റ് എന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സൂപ്പർ വീഡിയോ കണ്ടവർക്ക് എന്തായാലും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്? നമ്മൾ 2 കളർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഇതിനകത്തൊരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡും ഒരു ബ്ലാക്ക് കളറും ഇത് രണ്ടും വെറ്റായിട്ടുണ്ടെങ്കിലേ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്? 2 കളറും അതായത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കളറും വെറ്റായുള്ള പൊസിഷനിൽ വേണം, എന്നാലേ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി പിന്നെ ബ്ലെൻഡ് ആവുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഡാർക്ക് ലൈറ്റ് കൂടിപ്പോയി എന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ അധികം കളിക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒന്നും കൂടി ഇതേപോലെ ഡാർക്കും നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട 2 കളറിനെ വീണ്ടും റീ അപ്ലൈ ചെയ്യുക ആ ഏരിയയിൽ, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിച്ചിട്ട്. അപ്പോൾ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ ബ്ലെൻഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്പീഡായിട്ട് ഞാൻ കാണിച്ചുതരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കണ്ടോ, ഓരോ കളറും ഇങ്ങനെ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മളൊരു കളറിൻ്റെ ഡാർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട വൈറ്റ് കൂട്ടിയിട്ട് ലൈറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആണെന്ന് വെച്ചാൽ ഡാർക്ക് കൂട്ടിയിട്ട് രണ്ടും കൂടി എല്ലാം ബ്ലെൻഡ് ആക്കി നമ്മൾ ഏത് കളർ ഇപ്പോൾ റെഡ് എടുത്താലും അല്ലെങ്കിൽ ഇന്നത്തെ കുറച്ച് റെഡിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ക്രിംസൺ റെഡും യെല്ലോവും മിക്സ് ഉണ്ട്. ചില ഓറഞ്ച് കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരേ ഗ്രേ കളറാകുമ്പോൾ ഭയങ്കര ഒരു ഒരേപോലെ പോലെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് പോലെ റെഡ് കൂടിയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ബ്രൗൺ കൂടിയ ബിൽഡിങ്ങുകളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്ത് ഇതൊന്നും എന്താ പറയുക ഡിസ്റ്റിങ്വിഷബിൾ ആണ്, പക്ഷേ ബ്ലെൻഡഡ് ആയിട്ട് ഒരു കളറിന് ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു എഡ്ജോടെ അല്ല വിട്ടിരിക്കുന്നത്. എല്ലാം നല്ല സ്മൂത്ത് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്ത്. ഇപ്പോൾ ഇത് ബ്ലെൻഡിൻ്റെ ആദ്യത്തെ ലെയർ, ബാക്കിയൊക്കെ ഞാൻ ഡ്രൈ ചെയ്യാൻ വിട്ടു. നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ചില സമയത്ത് ബ്ലെൻഡ് ആവില്ല, ഇൻസ്റ്റഡ് അവിടെ ഉള്ള കളറും കൂടി ഇളകി പോവുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവേണ്ട കുറച്ചൊരു ലെയർ വന്നപ്പോൾ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി താഴോട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ട് ഭയങ്കര ബ്ലേഡായിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു സ്കൂട്ടറിൻ്റെ ഷേപ്പ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള കളർ അതിൻ്റെ ലൈറ്റ് കളറിനെ കൊണ്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ഗ്ലാസിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കുകയാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കണം, അതും കുറച്ച് ചെറിയ രീതിയിൽ ബ്ലേഡ് ആവുന്നതിൻ്റെ ശരിക്കും നല്ല എഫക്റ്റീവായി തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും ബാക്കിൽ തന്നെ നല്ലപോലെ ബ്ലേഡ് ആക്കുക, വെച്ചാൽ കംപ്ലീറ്റ് ബ്ലെൻഡഡ് ആക്കി കളയാം. എന്നിട്ട് അടുത്തേക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡിഫൈൻഡും ഷാർപ്പ് പോലെ ആക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഗ്ലാസ് കുറച്ചും കൂടി അത്ര ബ്ലേഡ് അല്ല, അല്ലെങ്കിൽ അത്ര ബ്ലെൻഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ബിൽഡിങ്ങുകൾ നല്ല ബ്ലേഡായിട്ട് തോന്നുന്നില്ല. അപ്പം നമ്മൾ റെഫറൻസിന് വെക്കുന്ന അല്ലെങ്കിൽ ഒരേ പെയിൻറ്റിങ്ങിൽ ഒരേ ഒബ്ജക്റ്റിൻ്റെ ബ്ലേഡ്നെസ് കുറയ്ക്കുന്നതും കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി അത് എഫക്റ്റീവായിട്ട് തോന്നും. ഇപ്പം ഗ്ലാസ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള പോലെ അതിനെ കൊണ്ട് ബാക്ക് ഭാഗം നല്ലപോലെ ബ്ലേഡായിട്ട് തോന്നുന്നില്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്ലേഡ് ആക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഒരു ഐഡിയ. നിങ്ങൾ ഏതൊരു ഇത് ബ്ലേഡ് ആക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് അതിനെ ഹാർഡായിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാതിരിക്കുക, അതിൻ്റെ ജസ്റ്റ് കോർണേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്ത് കളയുക. മുന്നൊരു വീഡിയോയിൽ നമ്മൾ കുഞ്ഞാറ്റൻ്റെ പെയിൻറ്റിങ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഓൾറെഡി ബ്ലേഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഡീറ്റെയിൽഡായിട്ട് ബ്ലേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തത് തന്നെ. കാരണം ഇതാകുമ്പോൾ കുറേ ഏരിയ ബ്ലേഡ് ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കേണ്ട, ഭയങ്കര സിമ്പിളാക്കുക. അതായത് നമ്മൾ ഒരു ഹാർഡ് എഡ്ജും വെക്കാതെ എല്ലാ കോർണറും എല്ലാ ഷാർപ്പ് എഡ്ജും നല്ലപോലെ ബ്ലെൻഡ് ആക്കുക. ഓക്കെ, എല്ലാ കളറിനെയും നമ്മൾ നല്ല സ്മൂത്താക്കി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനീഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ പ്രാക്ടീസ് ചെയ്യുക, അപ്പം ഇവൻച്വലി ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലേഡ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് ഈ വീഡിയോയിൽ ഞാൻ അടുത്ത പറയാമെന്ന് പറഞ്ഞേ, നമ്മളെങ്ങനെയാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ജസ്റ്റ് വൈറ്റ് ഡോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് പാച്ചസ് ഡോട്ട് പോലെയുള്ള കുറച്ച് സ്ഥലത്ത് ഇടുക. അതേപോലെ കുറച്ച് സ്ഥലത്ത് വലുതാക്കിയിടുക, കുറച്ച് സ്ഥലത്ത് ചെറുതാക്കിയിടുക. വെറുതെ ഈ ഡോട്ട് പോലെ വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൈ കുറച്ച് ഡാർക്ക് ആക്കിയാലേ ആ വൈറ്റ് എടുത്ത് നിൽക്കുള്ളൂ എന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സ്കൈ കുറച്ച് ബ്ലാക്ക് കൂട്ടിയിട്ട് ഡാർക്ക് ആക്കിയത്. അതുകൊണ്ടാണ് അപ്പോൾ സ്കൈനകത്ത് വെള്ള ഡോട്ടുകൾ ഇട്ടത് കാണുന്നില്ലേ. അപ്പം ഇങ്ങനെ വൈറ്റ് ഡോട്ട് പോലെ അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് ഫുൾ അപ്ലൈ ചെയ്യുക എവിടേക്കാണ് നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞു. വൈറ്റ് ഡോട്ട്സിലും വൈറ്റ് പാച്ചസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈറ്റ് പാച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ബ്രഷ് സൈസ് 00 ഡീറ്റെയിൽ ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ മൊത്തത്തിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വരയ്ക്കുക, അങ്ങനെയല്ല. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പം ഞാനിവിടെ റൈറ്റ് സൈഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു ബ്ലാക്കിനെ കൊണ്ട് ഒരു ചെറിയ ലൈൻ വരയ്ക്കും. ഓക്കെ, അത് കംപ്ലീറ്റ് ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ആ വട്ടത്തിന് കംപ്ലീറ്റ് ആ പാച്ചിന് കംപ്ലീറ്റ് ഫില്ലായിട്ടല്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കും. വലിയ ബബിൾസ് അല്ലെങ്കിൽ വലിയ ഡ്രോപ്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ
ഷെയ്ഡ് ഡിഫറൻസിൽ അല്ലെങ്കിൽ വാല്യൂ ഡിഫറൻസിൽ ചെറിയൊരു ലൈൻ പിന്നെയും വരയ്ക്കും. ഇത് ബ്ലെൻഡ് ചെയ്യണമെന്നില്ല, ബ്ലെൻഡ് ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷ് ഉണ്ടാവും. അപ്പം എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഗ്രേ അല്ലെങ്കിൽ ആ ഒരു ഒരേ ബബിളിനകത്ത് ആ വൈറ്റ് ഉണ്ട്, അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡാർക്ക് കളർ ആയതിനെ കൊണ്ട് ഇത് വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിന് ആ ഒരു ബോർഡറും കൂടി വരുമ്പോൾ ഇത് ജസ്റ്റ് വാട്ടർ ഡ്രോപ്പ് പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വിൻഡോൻ്റെ മുകളിൽ നമ്മൾ ഇത് വരയ്ക്കുമ്പം ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് വൈറ്റ് ഡോട്ട്സ് ഇടുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ഇത് അത്യാവശ്യം ചെറിയ ബബിൾസ് ആണ്, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ആട്ടോ, ബബിളല്ല ഡ്രോപ്ലെറ്റ്സ് ആണ്. ഇനി എന്താ പറയുക, നമ്മൾ വലിയ ബബിളൊക്കെ പോലെ വരയ്ക്കണം, അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് വന്നെങ്കിൽ അത് കറക്റ്റ് അതുപോലെ തോന്നുള്ളൂ. ഇത് അത്രയൊന്നും ഡീറ്റെയിൽ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഗ്ലാസിൻ്റെ മുകളിൽ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്ന വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. അതായത് നമ്മൾ ഒരു വൈറ്റ് പാച്ചസ് ആദ്യം ഇവിടെ ഇടുക, എന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള, അതിന് തന്നെ ഡാർക്കായിട്ടുള്ള കളറിൽ കൊടുക്കുക. ഇത് ആകാശത്തിൻ്റെ കേസിൽ നമ്മൾ താഴോട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ഈ ഇങ്ങനെ പാച്ചസ് പോലെ കൊടുക്കുമ്പോൾ അത് എന്താ കാണുന്നത് എന്തിലേക്കാണ്, ആ ഒരു ഡാർക്ക് കളറിലേക്കാണ്. അപ്പോൾ അതേപോലെ ആ ബബിളിന് വൈറ്റിനെക്കാട്ട് കൂടുതൽ ആ ഒരു ഗ്രേ കളറായിരിക്കും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാൻ മതിയോ, ഇങ്ങനെയാണ് ആകാശത്ത് വരുന്ന, നമ്മളെ ഗ്ലാസിൻ്റെ കൂടെ നോക്കുമ്പോൾ ആകാശത്ത് വരുന്ന ഡ്രോപ്ലെറ്റ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ താഴെ ലാൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഡ്രോപ്ലെറ്റ്സ് വരുന്നത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പം നമ്മൾ കുറച്ചും കൂടി വൈറ്റ് കുറച്ചിട്ട് കുറേയും കൂടി ഗ്രേ ഇതിലേക്ക് ഇതേപോലെ തന്നെ ബബിളിനെ ഇതാക്കുക. നമ്മൾ വൈറ്റ് മുകളിൽ വൈറ്റ് അല്ലേ കൂടുതൽ, താഴെ കുറച്ച് ഗ്രേ കൂടുതലാക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതായത് ബ്ലേഡ് ആക്കുന്നത് എങ്ങനെയാണ്, ചെറിയൊരു ഗ്ലാസിൻ്റെ മുകളിൽ ബബിൾ വന്നു കഴിഞ്ഞാൽ, അല്ല ബബിൾ തന്നെ പറയണം, ബബിളല്ല ഡ്രോപ്ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇനിയിപ്പോൾ ഈ ഗ്ലാസിൻ്റെ കൂടെ നമ്മൾ നോക്കുമ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡയറക്ഷൻ ചൂസ് ചെയ്യുക. നമ്മൾ ആ ഡയറക്ഷനിലാണ് ഗ്ലാസ്സിലേക്ക് വെള്ളം വീഴുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് വൈറ്റ് ലൈൻസിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഗ്രേ ലൈൻസ് അല്ലെങ്കിൽ വൈറ്റ് ലൈൻസ് ജസ്റ്റ് ഇങ്ങനെ സ്ട്രോക്കി ആയിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ മഴേൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടും കേട്ടോ. എന്നോട് മഴേൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്, മഴേൻ്റെ പെയിൻറ്റിങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ ആയി. ഞാനിപ്പോഴും ചെയ്തിട്ടില്ല, ഞാൻ നോക്കട്ടെ, ഐ ട്രൈ മൈ ബെസ്റ്റ് ഡു എ വീഡിയോ ഓൺ ദാറ്റ് ഓൾസോ. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക് ബ്ലേഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഗ്ലാസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് തോന്നുന്നു നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.